Hi all, good evening. Welcome to Orientation Program 9.0, Ignite, Innovate and Integrate. ഇന്ന് നമ്മുടെ സെഷൻ 1 ആണ്, The Spark, Kick-Off and Community Building for MA English. So MA English Jan 25-ലെ എല്ലാ ലേണേഴ്സിനെയും warm വെൽക്കം ചെയ്യാണ് നമ്മളുടെ ഈ ഫസ്റ്റ് സെഷനിലേക്ക്. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് ഈ ഒരു ഹോൾ സെഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 രീതിയിലാണ്. ഫസ്റ്റ് വൺ ഈസ് തീം ഇൻട്രൊഡക്ഷൻ, ഐസ് ബ്രേക്കർ, പ്രോഗ്രാം പ്രിവ്യൂ, ദ ന്യൂ ഹൊറൈസൺസ് ഫോറം ആൻഡ് റാപ്പ് അപ്പ്. ഫസ്റ്റ് വൺ, നമുക്ക് നിങ്ങൾ പല റെസ്പോൺസിബിലിറ്റീസും കമ്മിറ്റ്മെന്റ്സും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ലേണേഴ്സ് ആണ്. നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസ്റ്റന്റ് മോഡിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചതും ലേൺ വൈസ് എന്നൊരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്തതും. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ടൊരു കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകുമ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് ഒരു പരിചയപ്പെടലും കുറച്ച് ഗെയിംസ് ഒക്കെ കൂടി നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നടത്തും. അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്റെ പേര് ജയ്ഷ ആൻഡ് ഇന്നത്തെ സെഷന്റെ തീം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0 തീം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. ഇഗ്നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പാർക്ക് യുവർ പാഷൻ, യുവർ ഐഡിയാസ് ആൻഡ് യുവർ മോട്ടിവേഷൻസ്. ഒരു ജേർണി ബിഗിൻ ചെയ്യാനായിട്ട് നമ്മളൊരു സ്പാർക്ക് കൊണ്ടുവരണം. നമ്മുടെ ഐഡിയാസ് ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു ഫയർ കൊണ്ടുവന്നിട്ട് അതാണ് നമ്മളുടെ ഈ ജേർണി ബിഗിൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. നെക്സ്റ്റ് ഇസ് ഇന്നോവേറ്റ്. ഇന്നോവേറ്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഡെവലപ്പ് ക്രിയേറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൊല്യൂഷൻ. ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേയാണ് നമുക്ക് നമ്മളുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇന്റഗ്രേറ്റ്. ഇന്റഗ്രേറ്റ് മീൻസ് നമ്മൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് നമ്മളുടെ ലൈഫിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ടാണ് MA ഇംഗ്ലീഷ് എന്ന ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തതും അതേപോലെ തന്നെ ഇതിന്റെ ഫൈനൽ നമ്മളൊരു എയിം നമുക്കുണ്ടായിരിക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള എല്ലാ ഫെസിലിറ്റീസും അതേപോലെ തന്നെ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ നമ്മളുടെ ലേൺ വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം. ആൻഡ് നമ്മൾ കുറച്ച് പരിചയപ്പെടല് അതുപോലെ കുറച്ച് ഗെയിംസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിലും സ്കൂളിലൊക്കെ കോളേജിലൊക്കെ നോർമൽ റെഗുലർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾ ഓൺലൈൻ ആയിട്ടായതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് പരിചയപ്പെടാം. നിങ്ങളുടെ പേര്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് കുറച്ച് ഗെയിംസ് ഒക്കെ കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് വളരെ ഫൺ ആയിട്ടുള്ള ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ആരും മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഈ സെഷൻ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ, ലൈവ്ലി ആക്കാനായിട്ട് എന്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് സ്നേഹ മാം ആണ്, കൊമേഴ്സ് മെന്റർ, ആൻഡ് മേഘ മാം, ഇംഗ്ലീഷ് മെന്റർ. സോ ഞാൻ ഈ സെഷൻ ഇപ്പോൾ മേഘ മാമിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓവർ ടു യു മേഘ മാം. താങ്ക് യു ജയ്ഷ. അപ്പൊ നമ്മളെ കുറച്ച് ഗെയിംസും അതുപോലെ തന്നെ നിങ്ങളെ ബാച്ച്മേറ്റ്സിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ നിങ്ങൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എല്ലാവരും ക്യാമറ നിർബന്ധമായും ഓൺ ചെയ്യുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയ റെഗുലർ ആയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ എല്ലാവരും ക്യാമറാസ് ഓൺ ചെയ്യുക കേട്ടോ. നിർബന്ധമായും ക്യാമറ ഓൺ ചെയ്യുക. എല്ലാവരും പേര് വിളിച്ചാലേ ഓൺ ചെയ്യുള്ളൂ. എല്ലാവരും ഓൺ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളെ ബാച്ച്മേറ്റ്സിനെ കാണാനും പരിചയപ്പെടാനും ഉള്ള ഫസ്റ്റ് സെഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെ ബാക്കോട്ട് നിന്നാൽ എങ്ങനെയാ റെഡി ആവുക? നമ്മൾ ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്യേണ്ട ഒരു സെഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ബാക്കോട്ട് നിന്നാൽ എങ്ങനെ റെഡി ആവും? നമുക്ക് തൽക്കാലം കുറച്ച് പേരെ ആദ്യം പരിചയപ്പെടാം. അപ്പൊ ആദ്യം ആരാണ് മുന്നോട്ട് കടന്നു വരുന്നത്? മാം, എന്റെ പേര് നിനു. തൃശ്ശൂരാണ് താമസിക്കുന്നത്. മാരീഡ് ആണ്. ഒരു മോനുണ്ട്. എന്താണ് സ്ട്രെങ്തോ വീക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്കറിയാത്ത എന്തെങ്കിലും ടാലന്റോ എന്തെങ്കിലും നീതുവിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. കാരണം ബാച്ച്മേറ്റ്സിന് അത് അറിയാൻ പറ്റുമല്ലോ നീനു പറയുമ്പോൾ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എടുക്കാൻ കാരണം? എനിക്ക്
ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്, സ്കൂൾ ടൈം മുതലേ. ഓക്കെ, താങ്ക് യു നീനു. ഇനി ഓക്കെ അടുത്ത മാം. ഓക്കെ, അടുത്തത് ആരാ വരുന്നത്? നജിയ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ നജിയ. എന്റെ വീട് മുക്കത്താണ്. മുക്കം ഓർഫനേജിലാണ് ഡിഗ്രി ചെയ്തത്. ഒരു മോളുണ്ട്. ഇപ്പം PG ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. നീനുവിന് എന്തെങ്കിലും സ്പെഷ്യൽ ടാലൻസ്, എന്തെങ്കിലും സ്ട്രെങ്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, ബാച്ച്മേറ്റ്സിനും അറിയട്ടെ. അങ്ങനെയൊന്നുമല്ല, ഡിഗ്രി കഴിഞ്ഞു ഇപ്പം PG ചെയ്യുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. താങ്ക് യു നീനു. അടുത്തത് ആരാ വരുന്നത്? സ്മൃതി കൃഷ്ണൻ വരും. ഹായ് മാം, എന്റെ പേര് സ്മൃതി. ഞാൻ ആലപ്പുഴയാണ് സ്ഥലം. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾ 3 വയസ്സും. ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്. അതിനുശേഷം MA കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇംഗ്ലീഷ് ചെറുപ്പത്തിലെ മുതൽ ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് പിന്നെ പഠിക്കാൻ കൺവീനിയന്റും ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് പഠിക്കാൻ കൺവീനിയന്റ് ആയിട്ട് കൂടെ ഞാൻ ഇത് ഇഷ്ടമായതുകൊണ്ടും ഇംഗ്ലീഷ് ചൂസ് ചെയ്തത്. ടീച്ചറാകാന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. ശരി, കുട്ടികളൊക്കെ ഒരു ഇതായി അപ്പൊ ഇനിയിപ്പോ പഠിച്ചിട്ട് ടീച്ചറാകാൻ വേണ്ടി ആഗ്രഹം സാധിക്കാന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇതോടെ ചെയ്തിട്ട് B.Ed എടുക്കാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, സ്മൃതിയുടെ ആഗ്രഹം അതുപോലെ നടക്കട്ടെ. താങ്ക് യു സ്മൃതി. ഇനി നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പരിചയപ്പെടാം കേട്ടോ. സോ നമ്മുടെ ഗെയിമിന്റെ പേരാണ് ഡീകോഡ് ആൻഡ് ഡിസ്കവർ. സോ ഈ ഗെയിം എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് പരിചയമുള്ള, വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടു പരിചയമൊക്കെ ഉള്ള കുറച്ച് ലോഗോസും അതുപോലെ തന്നെ ഷോർട്ട് ഫോംസും തരും. അപ്പൊ നിങ്ങൾ അത് ഗെസ് ചെയ്യാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലാണെങ്കിലും ആൻസേഴ്സ് ഇടാം കേട്ടോ. സോ 10 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ലോഗോ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വരുന്ന ലോഗോ. നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ലോഗോ ആണെന്നുണ്ടെങ്കിൽ, അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് പറയാം. നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ തോന്നുന്നവർക്കുണ്ടെങ്കിൽ പറയാം. നെറ്റ്ഫ്ലിക്സ് എന്നുള്ള ഒരു ആൻസർ ആരെനീനും അല്ലേ പറഞ്ഞ? അതെ അതെ അതെ. ഓക്കെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. യെസ്, നെറ്റ്ഫ്ലിക്സ് ആണ് കറക്റ്റ് ആൻസർ. സോ അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഇട്ട എല്ലാവരുടെ ആൻസേഴ്സ് ശരി തന്നെയാണ് കേട്ടോ. കുറെ പേര് നെറ്റ്ഫ്ലിക്സ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ലോഗോയിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ലോഗോ ഇതാണ്. നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചാറ്റ് ബോക്സിലോ ആൻസർ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തോ പറയാവുന്നതാണ്. UDAI അല്ലേ മാം? എന്തോ? ആധാർ. UDAI ആധാർ. ഓക്കെ, ആധാർ എന്ന് പറയുന്നുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ആയിട്ട് തോന്നുന്നവർക്കുണ്ടെങ്കിൽ അത് പറയാം. ആരാ പറഞ്ഞത്? നജിയാണോ? അല്ല ഞാനല്ല. സ്മൃതിയാണ് മാം, സ്മൃതി. സ്മൃതി. സ്മൃതിയാണ് മാം. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താന്ന്. യെസ്, ആധാർ ആണ് കറക്റ്റ്. പറഞ്ഞിട്ടുണ്ട് ആധാർ എന്നുള്ളത്. സോ അത് തന്നെയാണ് കേട്ടോ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ഓക്കെ ആണ് SBI യുടെ ലോഗാണ് മാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കുറച്ച് ആൻസേഴ്സ് പറയുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും.
അതെ അതെ, ആൻസർ പറയുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്ത സമയത്ത് മ്യൂട്ട് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. കുറച്ചു പേര് SBI എന്നൊക്കെ പറയുന്നുണ്ട്. ഇതല്ലാതെ വേറെ ആൻസർ ഉള്ളവർക്ക് പറയാം. SBI എന്നുള്ള ആൻസർ അല്ലാതെ വേറെ നമുക്ക് ആൻസർ എന്താ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ ആണ്. ആൻസർ കറക്റ്റ് ഈ ആൻസേഴ്സ് അടുത്ത് പെട്ടെന്ന് എടുത്തോ. ഗൂഗിൾ ഓണോ? ശ്രീമ കേൾക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്യൂ. ആൻസർ പറയുമ്പോ ഇല്ല, മാത്രം അടുത്തത് വരുമ്പോ. ഓക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലോഗോയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ലോഗോ. ഹരിതകർമ്മ. 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 ഓക്കെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ തോന്നുന്നവർക്കുണ്ടെങ്കിൽ അത് പറയാം, ചാറ്റ് ബോക്സിൽ ഇടാം. എന്തെങ്കിലും എതിർ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. ഡാബർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. റൈറ്റ് ആൻസർ ഡാബർ ആണ്. കൺഗ്രാറ്റ്സ്. കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നമുക്ക് നെക്സ്റ്റ് ലോഗോയിലേക്ക് പോവാം. ഇതൊക്കെ കുറച്ച് കണ്ടു പരിചയം, നല്ല കുറെ പേര് ടാറ്റ. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും എതിർ അഭിപ്രായമുള്ളവർക്ക് ഉണ്ടെങ്കിൽ പറയാട്ടോ. ടാറ്റ എന്നല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ അറിയാവുന്നവർക്ക് അതും പറയാം. എല്ലാരും ടാറ്റയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാണോ? നമുക്ക് കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. ടാറ്റയാണ് കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് ലോഗോ ഇതാണ്. എന്തോ LICയോ? LIC എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചു പേര്. ബൈജൂസ് എന്ന് പറയുന്നുണ്ട്. റിലയൻസ് എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ആൻസേഴ്സ്? തെറ്റിക്കോട്ടെ, തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾ ഇട്ടോ, കമന്റ് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. കറക്റ്റ് ആൻസേഴ്സ് അറിയുന്നവർക്ക് പറയാം. നമുക്ക് നോക്കിയാലോ എന്താ കറക്റ്റ് ആൻസറിന്. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. റിലയൻസ് ആണ് കറക്റ്റ് ആൻസർ. ആരായിരുന്നു റിലയൻസ് എന്നുള്ള ആൻസർ പറഞ്ഞത്? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവുള്ള ഒരു ലോഗോ ആയിരുന്നു അത്. കറക്റ്റ് പറഞ്ഞു. വർക്ക് ചെയ്തിട്ടുണ്ട്. വെറുതെ അല്ല, കറക്റ്റ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ്. LIC. ഓക്കെ, LIC എന്ന് പറയുന്നവരുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ പറയാം. LIC, മീനു LIC എന്ന് പറയുന്നുണ്ട്. LIC, എല്ലാവർക്കും LIC എന്നുള്ള ആൻസർ തന്നെയാണോ? വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. നമുക്ക് നോക്കാല്ലേ ആൻസർ എന്താണ്. യെസ്, LIC ആണ് കറക്റ്റ് ആൻസർ. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞവർക്കെല്ലാം കൺഗ്രാറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ലോഗോ ആണിത്. ആർക്കൊക്കെ അറിയാം ആൻസർ? എനി ഗസ്? ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫേം ചെയ്യേണ്ട വരും. വന്നെങ്കിൽ നമുക്ക് നോക്കാം. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ ആയിട്ട് തോന്നുന്നുണ്ടോ? ആരാ ലൂയി വിറ്റൺ പറഞ്ഞത്? ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ കേട്ടോ.
കറക്റ്റ് ആൻസർ ആണ്. ലിംഗിറ്റൺ ആണ് കേട്ടോ വരുന്നത്. സോ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, ഇതിപ്പോ എല്ലാവർക്കും ഒരുവിധം അറിയുന്ന ഒരു ആൻസർ ആയിരിക്കും. സ്റ്റാർബക്സ്. സ്റ്റാർബക്സ് എന്താ ഉന്മേഷം എല്ലാവർക്കും. സ്റ്റാർബക്സ് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം, നമുക്ക് നോക്കാം. സ്റ്റാർബക്സ് ഉറപ്പിക്കട്ടെ ഞാന്. ഓക്കെ. ഓക്കെ, നോക്കാം. അത് സ്റ്റാർബക്സ് തന്നെയാണ്. അത് ഉറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ലോഗോ ആണിത്. 2 സർക്കിൾ, 2 കളറുള്ള 2 സർക്കിൾ ആണ്. എനി ഗസ്? കോമന്റ് ബോക്സ്. മാസ്റ്റർ കാർഡ്, നീതു മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ആൻസർ ആയിട്ട് തോന്നുന്നുള്ളവർക്ക് പറയാം. സെയിം. മാസ്റ്റർ കാർഡ് ഉറപ്പിക്കാവോ? നമുക്ക് നോക്കാം. യെസ്, മാസ്റ്റർ കാർഡ് ആണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കുറച്ച് പേരെ പരിചയപ്പെട്ടാലോ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ക്യാമറ ഒക്കെ ഓഫ് ആക്കിയോ? ഞാനൊരു ഗെയിം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. ക്യാമറ, ബാക്കി എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ കേട്ടോ. റെജീന, രാജേഷ്, സ്മൃതി ഓൺ ആക്കിയിട്ടായിരിക്കുന്നേ. ഓക്കെ, നീതു ഓൺ ആക്കിയിട്ട്, നജിയ, എല്ലാവരും ഓൺ ആക്ക്. മാം, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ അവിടെ നിന്നാണ് ഇപ്പൊ എന്തായാലും റിക്കവർ ആയിട്ടുണ്ട്. നാളെ ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞിരിക്കണേ. ഓക്കെ എന്തായാലും ഈ സെഷനിൽ മിസ്സാക്കണ്ടെന്ന് കയറിയതാണ്. ഓക്കെ. എന്തായാലും ഞാൻ വീഡിയോ ഓൺ ആക്കാൻ നോക്കട്ടെ. ഇല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിർബന്ധമില്ല കേട്ടോ. റെജീന എവിടുന്നാ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് റെജീന. ഞാൻ എറണാകുളത്താണ് താമസം, ഇടപ്പള്ളിയില്. ഒരു ഓൺട്രപ്രണർ ആണ്. ഓ, നൈസ്. ഓക്കെ, താങ്ക് യു റെജീന റെജീന. ഓൾറെഡി നമ്മുടെ ലേണർ ആയിരുന്നു. ആ സിംഹള് പിന്നെ ബാച്ച് ഷിഫ്റ്റ് ചെയ്ത് മാറിയതാണ്. ഇത് ഓറിയന്റേഷനിലൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു. ഓറിയന്റേഷൻ ഒന്നും പങ്കെടുക്കാറില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആണ്. താങ്ക് യു റെജീന. ഓക്കെ. ഓക്കെ, ഇനി ആരാ പരിചയപ്പെടാൻ ബാക്കിയുള്ള? ഹലോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ രാജേഷ്? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഞാൻ യു എയിലാണ്. ഞാൻ ഇപ്പൊ ഡ്രൈവിംഗിലാണ്. ഞാൻ ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു യു എയിൽ. ഒരു 10-15 കൊല്ലത്തോളായി. അപ്പോ ഇംഗ്ലീഷ് കുറച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊന്നുമല്ല, ജസ്റ്റ് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നോളജ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. കാരണം ജോലിക്ക് പ്രത്യേകിച്ച് എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിൽ നോളജ് കൂട്ടുക എന്നുള്ളതുകൊണ്ടാണ് ചേർന്നിട്ടുള്ളത്. ഓക്കെ രാജേഷ്, താങ്ക് യു. ഓക്കെ, താങ്ക്സ്. സോ ഇനി ആരാ ബാക്കി പരിചയപ്പെടാനുള്ളത്? മനാൽ ജോയിൻ ചെയ്തിട്ടില്ലേ? Yes, ma'am. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? Yes. Well, my name is Manal. I'm from Calicut. Currently pursuing TTC. I have completed TTC. Just joined for PG. I have no idea. Like, this was not my field, to be honest. I thought of MA education, something like that. But hopefully I didn't get. So I'm into literature. So I'm a bit of nervous. I have no idea, no clueless. Let's see how it goes. And നല്ല മടിയുണ്ട് പഠിക്കാൻ. ഓക്കെ, That's the fact. Yeah. നമ്മളെ ലൈഫ് ബാച്ചിൽ സ്റ്റുഡന്റ് ആണ്. ബാച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ബാച്ചിലേക്ക് വന്നതാണ്. അപ്പൊ കുറച്ചൊക്കെ പോർഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഐഡിയ ഒക്കെ ഉണ്ട്. പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളതായിരുന്നു. ഞാൻ കുറച്ച് പുഷ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പോ
പിന്നെയും റീജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ പഠിക്കും. Yeah, I hope this time I'll crack it up. ഓക്കെ, താങ്ക് യു മനാൽ. ഓക്കെ, സോ ഇനി ആരാ ബാക്കിയുള്ളത് പരിചയപ്പെടാൻ? എല്ലാവരും ആയോ? ആരെങ്കിലും ഞാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കടന്നു തരാം. ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, നീതു പറഞ്ഞോളൂ. എന്റെ സൗണ്ട് പോയിരിക്കും, ഞാൻ അതുകൊണ്ട് ശരിക്കും പനിയായിരുന്നു. ഓക്കെ, ഓക്കെ, അപ്പൊ എന്റെ പേര് നീതു എന്നാണ്. ഞാൻ നാട്ടില് കൊല്ലത്താണ്, കൊല്ലം കൊട്ടാരക്കര. ഞാനിപ്പോ യുഎയിലാണ്, ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ജയ്ഷ മിസ്സിനെ അറിയാം, അതിന്റെ ആദ്യത്തെ മെന്റർ ആയിരുന്നു. പിന്നെ ചേഞ്ച് ആയി, ഇപ്പൊ മാം അല്ല, ഐഷ മാം ആണ്. അപ്പോ ഇപ്പൊ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ലോഗോ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ കുറെ പേരൊക്കെ എല്ലാവരും ലോഗോ ഒന്നുപോലും നിങ്ങൾ ഗസ് ചെയ്യാതെ വിട്ടിട്ടില്ല. എല്ലാം നിങ്ങൾ കറക്റ്റ് ആൻസർ ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗെയിം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ഗെയിമാണ് ഷോർട്ട് ഫോംസ്. നമ്മൾ കേട്ട് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ചിലപ്പോൾ ഷോർട്ട് ഫോംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ആർക്കൊക്കെ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. സോ ഫസ്റ്റ് വൺ, ASAP. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. എന്തോ? ഓക്കെ ഓക്കെ, അതാരാ? സ്മൃതി പറഞ്ഞിട്ടുണ്ട്. കോമന്റ് ബോക്സിൽ നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. മനാൽ പറഞ്ഞിട്ടുണ്ട്, നീതു പറഞ്ഞിട്ടുണ്ട്, നീനു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ കറക്റ്റ് ആൻസർ എന്താന്ന്. കറക്റ്റ് ആൻസർ ആസ് സൂൺ ആസ് പോസിബിൾ തന്നെയാണ്. സോ കൺഗ്രാറ്റ്സ്. ഇനി നെക്സ്റ്റ് ഷോർട്ട് ഫോം നോക്കാം. UPI. UPI നമ്മൾ ഡെയിലി കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഒരു ഷോർട്ട് ഫോം തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ ആർക്കൊക്കെ അറിയാം എന്നുള്ളത് നമുക്ക് നോക്കാം. അറിയാവുന്നവർക്ക് പറയാട്ടോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ആൻസേഴ്സ് വരാൻ വഴുകുന്നു. അറിയില്ലേ UPI? യൂണിഫൈഡ് പേയ്മെന്റ് അങ്ങനെ എന്തോ അല്ലേ? അങ്ങനെ എന്തോ അല്ലേന്നോ? നമുക്ക് നോക്കാം. ബാക്കി ആരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു വെച്ച് നമുക്ക് നോക്കാം. വേറെ ആർക്കും ഒന്നുമില്ലേ പറയാൻ? വേറെ ഗസ്റ്റ് എന്നും പേയ്മെന്റ് ഒക്കെ ഇത് ഗൂഗിൾ പേ വഴിയൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കറക്റ്റ് ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് എനിക്ക് നോക്കാം. പേയ്മെന്റ് ഇന്റർഫേസ് വരെ കിട്ടി, അപ്പൊ യുവിന്റെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല, അത് ആലോചിക്കായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അതാണ് ആൻസർ, കറക്റ്റ് ആൻസർ ആണ്. സോ നെക്സ്റ്റ് നോക്കാം നമുക്ക്. IDK. സിമ്പിൾ ആണ്. I don't know. ആർക്കാ അറിയാത്തെ? I don't know അല്ലേ ആൻസർ? അതെ, അതെന്നെയാണ് ആൻസർ. നമുക്ക് നോക്കാം. I don't know കറക്റ്റ് ആൻസർ ആണ്. സോ നെക്സ്റ്റ് ഷോർട്ട് ഫോമിലേക്ക് പോവാം. JK. Just don't. Just kidding. Just kidding. Just kidding. Just don't. Just don't care എന്നൊക്കെയോ? അതാരാ പറഞ്ഞേ? Just kidding. Just kidding. Just joked അല്ല? എന്തോ? Just joked അല്ല? അല്ല അല്ല, നമുക്ക് നോക്കാം, കറക്റ്റ് ആൻസർ നോക്കാം. ആൻസർ ഞാൻ കാണിച്ചു തരാലോ. ജസ്റ്റ് കിഡിങ്. ജസ്റ്റ് കിഡിങ് ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ പുതിയ സിനിമ പ്രേമലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജസ്റ്റ് കിഡിങ്. PDF എന്നും ഷെയർ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. Portable document format. Portable document format. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ആൻസർ?
പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോമാറ്റ് എന്നല്ലാതെ അത് വേറെ തന്നെ ആൻസർ അറിയാവുന്നവർക്ക് പോർട്ടബിൾ പറയാം. ഡോക്യുമെന്റ്. നോക്കാം നമുക്ക് ആൻസർ. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോമാറ്റ് കറക്റ്റ് ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് ഷോർട്ട് ഫോമിലേക്ക് പോവാം. KSEB. കേരള ഇപ്പൊ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ബോർഡ്. ഓക്കെ. ഇതിന്റെ ഷോർട്ട് ഫോം ഒക്കെ ഫുൾ ഫോം ഒക്കെ എല്ലാവർക്കും എന്തായാലും അറിയുന്നുണ്ടാവും അല്ലേ? എല്ലാ മാസവും നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യം കറണ്ട്. നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ. ആൻസർ Yes. കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അറിയാതെ എനിക്ക് അറിയാം. എന്നാലും കാണിച്ചു തരാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. SIM, സിം. ഡെയിലി യൂസ് ചെയ്യുന്ന മൊബൈലിലുള്ള ഒരു സാധനം. ഇതിന്റെ ഫുൾ ഫോം എന്താ? സിമ്മിന്റെ ഫുൾ ഫോം എന്താ? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ്. ഓക്കെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ അറിയാവുന്നവർക്ക് പറയാം. SIM. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗാവാം. നോക്കാം നമുക്ക് കറക്റ്റ് ആൻസർ എന്താണ്. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ കറക്റ്റ് ആണ്. ATM. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഓക്കെ, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്ന് പറയുന്നത് അതാരാ പറഞ്ഞ ആൻസർ? ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും ആൻസേഴ്സ് അറിയാവുന്നവർക്ക് പറയാം. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. നമുക്ക് നോക്കാം ആൻസർ എന്താ നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒക്കെ അറിയാൻ ചാൻസ് ഉള്ളൂ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. നെക്സ്റ്റ് GST. ഗ്രോസറി സെയിൽസ് ടാക്സ്. ഓക്കെ. Any other guess? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണോ? ഗുഡ്സ് ആൻഡ് സർവീസ് ഓക്കെ, നമുക്ക് നോക്കാം. പരിഗണിക്കാം, എല്ലാ ആൻസേഴ്സും പരിഗണിക്കാം. ലാസ്റ്റ് കറക്റ്റ് ചെയ്താ നോക്കാലോ. വേറെ എന്തെങ്കിലും? നോക്കാം കറക്റ്റ് ആൻസർ എന്താ നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അത് ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാനാ മാം, നാജിയ. അജിയ. കൺഗ്രാറ്റ്സ്. താങ്ക് യു മാം. പിന്നെ എന്റെ ഫുൾ ഫോം എന്താ? പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ പേഴ്സണൽ നമ്പർ. ഐഡന്റിറ്റി നമ്പർ. എന്തോ? പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്ന് വേറെ നീതു പറയുന്നുണ്ട്. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണോ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണോ? ക്വസ്റ്റ്യൻ മാർക്ക്. വേറെ എന്തെങ്കിലും ആൻസേഴ്സ് അറിയാവുന്നവർക്ക് പറയാം. എന്തെങ്കിലും വെറൈറ്റി ഗസ് ഉണ്ടെങ്കിൽ പറയാം. എല്ലാം ഇവിടെ എടുക്കുന്നതാണ്. നോക്കാം നമുക്ക് കറക്റ്റ് ആൻസർ എന്താണ്. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ അത് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ പറഞ്ഞിട്ടുള്ള മീനു സന്തോഷ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി ഈ ഗെയിംസ് നമ്മുടെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഗെയിംസിലേക്ക് പോവാം. സോ അതിനു മുന്നായിട്ട് ഞാനൊരു ഗെയിം കളിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും ക്യാമറ ഓഫ് ആക്കി. നമ്മളെന്താ ഒളിച്ചു കളിക്കുകയാണോ?
ഞാനിവിടെ ഫുൾ സ്ക്രീൻ ഇടുമ്പോ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലേന്നൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പോയി വരുമ്പോഴത്തേക്കും എല്ലാരും ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്നുണ്ടാവും. റെജീന ക്യാമറ ഓൺ ആക്കണം എന്നില്ല കേട്ടോ, ബെഡ് കിടക്കുന്നത് കാണാനുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓൺ ആക്കിയാൽ മതി, നിർബന്ധിക്കുന്നില്ല കേട്ടോ. അറിയാലോ ഹോസ്പിറ്റലാണെന്ന് അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. നെക്സ്റ്റ് ഗെയിമിന്റെ നെക്സ്റ്റ് ഗെയിമിന് മുന്നേ എല്ലാവരും നിർബന്ധമായിട്ടും ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. ഒരു എക്സൈറ്റിംഗ് ഗെയിമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമറ നിർബന്ധമായിട്ട് ഓൺ ചെയ്യേണ്ട ഒരു ഗെയിമും കൂടിയാണ് കേട്ടോ. എന്തായാലും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് റെഡി ആയിട്ടിരിക്കാം. റെജീനയെ മാത്രം നമ്മൾ എക്സെപ്ഷൻ ചെയ്തിരിക്കുന്നു. അതുപോലെ നീതുനും വയ്യ. അപ്പൊ നീതു റെജീനയും കുറച്ച് സമാധാനമായിട്ട് ഗെയിം കളിച്ചാൽ മതി. ബാക്കിയുള്ളവർ കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ കളിക്കണേ. ഷെയർ ചെയ്യണം. അല്ല, ഓക്കെ, ഈ ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. ജയശ മാം ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ക്യാമറ ഓൺ ചെയ്യും, എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചതൊന്നും എനിക്ക് കാണുന്നില്ല. എല്ലാവരും കറക്റ്റ് ആണോ കളിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യാൻ. ഓക്കെ, സോ ഈ ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക ആൻഡ് കുറച്ച് എനർജറ്റിക് ആയിട്ട് വേണം ഇരിക്കാൻ. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയൊന്നും ഇരിക്കരുത്. ചിലപ്പോൾ 2 റൗണ്ട് ഒക്കെ ഒന്ന് ഓടേണ്ടൊക്കെ വരും. അപ്പോ ഈ ഗെയിം എന്താന്ന് വെച്ചാൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണിച്ചു തരും. മേ ബി ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു പെന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച്, നിങ്ങൾക്ക് എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും. അത് ഈ നമ്മളെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ നിങ്ങൾ ഓടിപ്പോയി അത് എടുത്തു കൊണ്ടുവന്ന് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതാണ് ഗെയിം വരുന്നത്. അപ്പൊ എല്ലാവരും ആ ഇരിക്കുന്നിടത്തു നിന്നൊക്കെ ഒന്ന് എണീക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും കേട്ടോ. ആരാ ഫസ്റ്റ് എടുത്തോണ്ട് വരുന്നത് നോക്കാലോ. ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഗ്ലാസ്. സോ നിങ്ങളുടെ അടുത്തുള്ള ഗ്ലാസ് ഓടിപ്പോയി എടുത്തിട്ട് വന്ന് ക്യാമറയിൽ കാണിച്ചു. ഓടിക്കോ. റെജീനയുടെ തൊട്ടടുത്തുണ്ട് ഗ്ലാസ്. നാജിയ ഗ്ലാസ് ഉണ്ട്. പിന്നെ സ്മൃതി ഗ്ലാസ്സില്ലല്ലോ. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പൊട്ടുന്ന ഗ്ലാസ് സ്ക്രീനിൽ കാണിച്ചെന്ന് വിചാരിച്ച് അതന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നാജി ഒരു കുഞ്ഞേ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞേ ഗ്ലാസ്. നീനു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഗ്ലാസ്, പൊട്ടുന്ന ഒരു ഗ്ലാസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഏകദേശം കൊണ്ടുവന്നു. ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആരായിരുന്നു ഗ്ലാസ് ആയിട്ട് വന്നേ? ഫസ്റ്റ് ആരായിരുന്നു വന്നേ? ഫസ്റ്റ് റെജീന ഗ്ലാസ് ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെജീനയുടെ തൊട്ടടുത്ത് ഗ്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കി എല്ലാവരും കൊണ്ടുവന്നു. നാജിയ, നീനു എല്ലാവരും എടുത്തോണ്ട് വന്നു. ഗ്ലാസ് കൊണ്ടുവന്നവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് കൊണ്ടുവന്ന ആൾക്ക് സ്പെക്സ്. ചിലവര് സ്പെക്സ് വെച്ചിട്ടിരിക്കുന്നവരുണ്ടാവും, ചിലവരുടെ ടേബിളിന്റെ മുകളിലുണ്ടാവും, ചിലരുടെ വീട്ടിൽ തന്നെ സ്പെക്സ് ഇല്ലാത്തവരുണ്ടാവും. ഇതാണെങ്കിലും നമുക്ക് നോക്കാം ആരാദ്യം കൊണ്ടുവരുന്നത്. സ്മൃതി ആയിരിക്കും ആദ്യം, കാരണം സ്മൃതിയുടെ ഫേസിൽ ഉണ്ടല്ലോ സ്പെക്സ് സ്മൃതി ഓൾറെഡി സ്പെക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. നീനു അന്വേഷിച്ചു പോയി കണ്ടെത്തിയിട്ടുണ്ട്. റെജീന സ്പെക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പെക്സ് വെച്ചവരൊക്കെ ആദ്യം ജയിച്ചിട്ടായിരിക്കുന്നത്. നാജിയ സ്പെക്സ് അന്വേഷിക്കാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ, കിട്ടിയിട്ടില്ല. വീട്ടിലില്ല അത്ര. സാരില്ല, കുഴപ്പമില്ല. ഓക്കെ, സാരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടി, നാജിയക്ക് മാത്രം കിട്ടിയില്ല. സാരില്ല. വീട്ടിലില്ലേ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീനുവിന് കിട്ടി ആദ്യം. ഓക്കെ, നാജിയ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. സ്മൃതിക്ക് കിട്ടി. ഓക്കെ, നാജിയ പോയിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ. നജിയ തിരിച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. കിട്ടിയില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? വീട്ടിലൊരു കോമ്പില്ലേ? നാജിയ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയൂ. ഞാൻ വീട്ടിൽ മുകളിലാണുള്ളത്.
ആ ഉള്ള റൂമിലാണുള്ളത്. അപ്പൊ കോമ്പ് താഴെയാണ്. താഴെ ഇരിക്കില്ലേ? മേക്കപ്പ് റൂം താഴെയാണ്. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോയാലോ? സിസേഴ്സ്. സ്മൃതി എഴുന്നേറ്റ് പോയി. ആ നീനുവിന്റെ കയ്യിൽ സിസ്റ്റേഴ്സ് ഉണ്ട്. നീനു ഫസ്റ്റ് കാണിച്ച സിസ്റ്റേഴ്സ്. ഓക്കെ, ബാക്കി എല്ലാവരും എടുക്കാൻ പോയിരിക്കാ തോന്നുന്നു. ആരും ഇല്ല, കാണാനില്ല. നീനുവിന്റെ തൊട്ടടുത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ. കോമ്പ് ഉണ്ട്, സിസേഴ്സ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഗെയിം ആരോ ചോർത്തി കൊടുത്തു എന്ന് തോന്നുന്നു. കറക്റ്റ് ഒബ്ജക്ട്സ് ഒക്കെ അടുത്ത് കൊണ്ടുവച്ചിട്ടിരിക്കുന്നുണ്ട്. ആരോ ചോദ്യപേപ്പർ ചോർത്തി. ഇല്ല, ഞാൻ റൂമിലാ ആക്ച്വലി ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അടുത്ത് തന്നെ വെക്കാം. ഓക്കെ. റൂമില് അത്യാവശ്യം വേണ്ടതാണ് കിട്ടിയില്ല. ഗ്ലാസ്. ശരിയാ, കിച്ചണല്ലല്ലോ റൂമിൽ. എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്ലാസ് അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് വന്നതായിരുന്നു. സ്മൃതി കിട്ടിയില്ല. ഇല്ല, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇനി അടുത്ത ഒബ്ജക്ട്. നാജിയ തിരയുമ്പോ നാജിയക്ക് കിട്ടി. നാജിയ വന്നില്ലേ പോയിട്ട്? കണ്ടുപിടിച്ച് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. പെൻ ഓർ പെൻസിൽ. ഇതിപ്പോ എല്ലാവരും എടുത്തിട്ടുണ്ടാവണം. എല്ലാവരും അടുത്തുണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. കണ്ട, ആ നീനുവിന്റെ അടുത്തുണ്ട്, സ്മൃതിയുടെ അടുത്തുണ്ട്. പഠിക്കാൻ വരുന്നവരുടെ കയ്യിലൊരു പെന്നൊക്കെ കാണേണ്ടതാണ്. നാജിയയുടെ കയ്യില് ഇപ്പൊ അടുത്തില്ലെന്ന് തോന്നുന്നു. ആ എന്താ നാജിയ, പെന്നാണോ പെൻസിലാണോ? എന്തായാലും കുഴപ്പമില്ല, പെൻ ഓർ പെൻസിൽ എന്നാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കെച്ച് പെന്നാ. സ്കെച്ച് പെൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ പെൻ ഓർ പെൻസിൽ? എല്ലാവർക്കും ആയോ? എല്ലാവർക്കും ഓൾമോസ്റ്റ് ആയി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. ബുക്ക് എല്ലാവരും അടുത്തൊക്കെ തന്നെ ഉണ്ടാവേണ്ടതാണ്. ആ ബുക്കുണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ലേബറിന്റെയോ? ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് മോനാണ് നിൽക്കുന്നത്. അപ്പൊ അവനെ പഠിക്കാൻ ഇവിടെ നോക്കാം. പുറത്ത് നാളെ ഇറക്കിയിട്ട് ഗെയിം കളിക്കാണ്. എനിക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് അടിക്കുന്നു, എനിക്ക് പുറത്ത് നാളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ആയോ ബുക്ക്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. പ്ലേറ്റ്. ഇത് മിക്കവാറും കിച്ചണിലേക്ക് കുറച്ച് ഓടേണ്ടി വരും. അതെ, വളരെ റെയർ ആയിട്ട് മാത്രമാണ് റൂമില് പ്ലേറ്റുകളൊക്കെ കാണാറുള്ളത്. അതെ, അതുകൊണ്ട് നിനുവിന്റെ റൂമിലില്ല. നിനു പോയി. ബാക്കി എല്ലാ റൂമിലുണ്ടായിരുന്നു. ആ റുജീനക്ക് കിട്ടി, നിനുവിന് കിട്ടി, നാജിയക്ക് കിട്ടി. പിന്നെ സ്മൃതി ഇല്ല, സ്മൃതി പോയില്ല. പോയി എടുത്തോളൂ, കുഴപ്പമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യൂ കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മളെപ്പോഴും ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യുന്നേ. കുറച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് അല്ലേ, ഗെയിംസ് ഒക്കെ കളിച്ചൊന്ന് എനർജറ്റിക് ആവാലോ. ലിറ്ററേച്ചർ പഠിക്കാൻ വരുന്നവർക്ക് ഒരു സ്പോർട്സ് ഒക്കെ നല്ലതാണ്. നെക്സ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയോ പ്ലേറ്റ്? ആ ഓക്കെ, സ്പൂൺ. അയ്യോ, എന്തായാലും കിച്ചൺ വരെ പോയതായിരുന്നു. ഒരു സ്പൂണും ഫസ്റ്റ് റെജീനയാണ് കേട്ടോ. ഫസ്റ്റ് ഓക്കെ, റെജീനയുടെ അടുത്ത് തന്നെ ഉണ്ട് സ്പൂണ്. ഇതിന്റെ അടുത്ത് എല്ലാതും ഉണ്ടാവും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഒക്കെ കയ്യത്തും ദൂരത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും. നാജിയ പോയി എടുത്തിട്ട് വന്നു. ഒരു ഐസ്ക്രീം സ്പൂണാണ്. നിനുവിന്റെ കയ്യിലുണ്ട് സ്പൂണ്. പിന്നെ സ്മൃതി എവിടെയാ? സ്മൃതി പോയോ? ഇല്ല. ഓക്കെ,
ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പെർഫ്യൂം. അത് മിക്കവാറും റെജീനയുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ചാൻസ് കുറവാണ്. നമുക്ക് നോക്കാം. ആളെ സാനിറ്റൈസർ വെച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആളെ വിട്ടെടുപ്പിച്ചിട്ടുണ്ട്. മോന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ, ഞാൻ പറഞ്ഞു മോനാണ് സഹായി, സോ സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, സോറി ട്ടാ. ഞാൻ ഒരു വണ്ണായിട്ട് എടുത്താൽ മതി. എനിക്കത് ചെയ്യാൻ പറ്റാത്തോണ്ട് ഓടി എണീറ്റ് പോയാൽ പറ്റത്തില്ല. അതെ, അത് നല്ലതല്ലേ. എന്തായാലും ഗെയിമിൽ ആ, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. നാജിയനെ കാണുവാനില്ല. പെർഫ്യൂം എടുക്കാൻ പോയിരിക്കാണ് നാജിയ. തിരിച്ചു വരും, നമുക്ക് കാത്തിരിക്കാം. സ്മൃതി എടുത്തിട്ടുണ്ടോ? ഉണ്ട്. കിട്ടി, നജിയക്ക് കിട്ടി. ആർക്കെങ്കിലും പെർഫ്യൂം ഇല്ലാത്തതുണ്ടോ ഇനി? നീതുവിന് ഒട്ടും വയ്യാത്തോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നീതു ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തന്നെ. ഓക്കെ, നീതു കേൾക്കാമോ? നെക്സ്റ്റ് പോയാലോ? മനാസ് വീഡിയോ ഓഫ് ആണല്ലോ. കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്. പക്ഷെ ഓടാൻ വയ്യാത്തോണ്ട് അവിടെ ഇരിക്കണേ. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് വരുന്നത് റിമോട്ട് ആണ്. റിമോട്ട് ഹോസ്പിറ്റലിലാ, ഒന്നിനും കുറവില്ല. റിമോട്ട് നീനുവിന് കിട്ടി, റജീനക്ക് കിട്ടി ഫസ്റ്റ്, പിന്നെ നാജിയക്ക് കിട്ടി. നീനു ഉണ്ടോ? കിട്ടി. സ്മൃതിക്ക് കിട്ടിയോ? ഇല്ല. സ്മൃതി, ഞാനിവിടെ നിന്ന് എഴുന്നേക്കില്ല. ഇവിടെ ഉള്ളത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. എന്റെ കയ്യെത്തുന്ന ദൂരത്തുള്ളത് മതി. ഡോർ ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ തുറന്നു കഴിഞ്ഞാൽ എന്റെ കുട്ടിപ്പട്ടാളം അതെ, അകത്ത് കയറും. ശരി, പിന്നെ കുഴപ്പമില്ല. അറ്റാക്ക് മേടിച്ച ഞാൻ പുറത്ത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. എനിത്തിങ് ഇൻ റെഡ്. റെഡ് കളറിലുള്ള എന്ത് വേണമെങ്കിലും കാണിക്കാം. ഒരു പെന്നായിക്കോട്ടെ, ആയിക്കോട്ടെ. ഹോസ്പിറ്റലിൽ മിക്കവാറും റെഡ് ഉണ്ടാവാൻ അയ്യോ, റജീനയുടെ ആത്മാർത്ഥതേനെയാണ് നമ്മളിവിടെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നിനും ഒരു കുറവില്ല, എല്ലാം ഉണ്ടെന്നാണ്. എല്ലാം ഉണ്ട്. നാജിയുടെ കയ്യിലുണ്ട്. പിന്നെ റെഡ് അല്ല, നീനുവിന്റെ കയ്യില് വേറൊരു കളറാണ്. അത് ഇവിടെ റെഡ് ആയിട്ട് കാണാത്തോണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ റെഡ് ആയിരിക്കും. സ്മൃതിനെ കാണുന്നില്ലല്ലോ. റെഡാണ്. കിട്ടി. ഓക്കെ. എല്ലാവർക്കും കിട്ടിയോ റെഡ് കളറ്? നാജിയനെ കാണുന്നില്ല. നാജിയ റെഡ് എടുക്കാൻ കൂടിയതായിരിക്കും. കിട്ടി. നാജിയക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. ശരി, റിങ് കിട്ടി. ഓക്കെ, എല്ലാവർക്കും ആയല്ലോ റെഡ്? റെഡായി. ഇനി നമ്മുടെ അപ്കമിങ് സെഷനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു. ഓക്കെ, സോ നമ്മളെ ഗെയിംസ് ഒക്കെ നമ്മൾ എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കുറച്ചധികം സെഷൻസ് വരുന്ന ഒന്നാണ്. സോ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പൊ നമ്മൾ കണ്ട പോലെ നിങ്ങളെ ബാച്ച്മേറ്റ്സിനൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ എല്ലാവരെയും കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനെ നിങ്ങൾ ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്തു. നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്തു, കുറച്ചും കൂടി ഫൺ ആയിട്ടുള്ള ഗെയിംസ് കളിച്ചു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. സെക്കൻഡ് സെഷൻ വരുന്നത് നിങ്ങൾക്ക് ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ നിങ്ങളെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തരുന്ന സെഷൻ ആണ്. നമ്മളെ ഇഗ്നോയിലുള്ള സ്റ്റഡി സെന്റേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ റീജിയണൽ സെന്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണ് സെഷൻ 2 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആൻഡ് അതുപോലെ സെഷൻ 3ലേക്ക് വരുന്ന സമയത്ത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈ സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്, ഈ ഒരു സെഷൻ ആണ് നിങ്ങൾക്ക് തേർഡ് സെഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് സെഷൻ 4ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം, ഈ ഒരു സെഷൻ അകത്ത് നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അങ്ങനെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഓൺലൈൻ മോഡ് സ്റ്റഡി ഒക്കെ ഉണ്ടാവുക അല്ലെ. സോ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ലേൺ വൈസ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലാസ്സസിന് ആക്സസ് ഉണ്ടാവുക, എങ്ങനെയാണ് അസൈൻമെന്റ്സിന്റെ എടുക്കുക, അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക്.
സോ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് സെഷൻ 4 ആയിട്ട് വരുന്നത്. ആൻഡ് സെഷൻ 5ലേക്ക് വരുന്ന സമയത്ത് ഇലുമിനേഷൻ, അലുമിനി സക്സസ് സ്റ്റോറീസ്, നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സക്സസ് സ്റ്റോറീസ്, അതായിരിക്കും നിങ്ങൾക്ക് ഈ സെഷൻ 5ലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ആൻഡ് സെഷൻ 6 എന്ന് പറയുന്നത് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം. നമ്മുടെ ലേൺ വൈസിന്റെ എൻറ്റയർ ടീമിനെ നിങ്ങൾക്ക് കാണാനും അതുപോലെ തന്നെ ഒരു സെഷൻ ആയിരിക്കും നമ്മളൊരു പില്ലേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്നൊക്കെ അറിയാനും നിങ്ങൾക്ക് നമ്മളെ മെയിൻ ആയിട്ട് വരുന്ന ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു സെഷൻ ആയിരിക്കും സെഷൻ 6ലേക്ക് വരുന്നത്. സെഷൻ 7 എന്ന് പറയുന്നത് ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കുറച്ച് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്, അതിനൊക്കെ കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഫ്ലുവന്റ് ആയിട്ടും അങ്ങനത്തെ ഒക്കെ നിങ്ങളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും സെഷൻ 7ലേക്ക് വരുന്ന സമയത്ത്. ആൻഡ് സെഷൻ 8 എന്ന് പറയുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഒരു എന്താ പറയുക ഒരു കരിയർ ഗൈഡൻസ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ അകത്ത് വരാം. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മൾ MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നിങ്ങളെ കരിയർ റിലേറ്റഡ് ആയിട്ട് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ MA ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ടീച്ചിങ് അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സെഷൻ വരുന്നത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സെഷൻ 9 വരുന്നത് നിങ്ങൾക്ക് വെൽബീയിങ് ആൻഡ് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഫസ്റ്റ് ഒരു ഓൺ ബോർഡിങ്ങിന്റെ സമയത്ത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പിനെസ് അംബാസിഡേഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ അല്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ കൗൺസിലേഴ്സ് ഉണ്ട്, നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. സോ അവരായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും അത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസിന്റെ ഇമ്പോർട്ടൻസിനൊക്കെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു സെഷൻ ആയിരിക്കും സെഷൻ 9 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആൻഡ് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ് ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് നിങ്ങളെ മെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു ടൈം ടേബിൾ ബേസിലായിരിക്കും ഇവിടെ ഒരു ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ടാവും. സോ ആ ഒരു ടൈം ടേബിളിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ ഒരു ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ് ആയിരിക്കും നിങ്ങൾ ആ ഒരു ലാസ്റ്റ് സെഷനിൽ വരുന്നത്. സോ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന 10 സെഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷൻ നമുക്ക് കുറച്ച് ഇൻഫോർമൽ ആയിരുന്നു, കുറച്ചും കൂടി ഐസ് ബ്രേക്കിംഗ്, നമുക്ക് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും അതേപോലെ തന്നെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാനും അങ്ങനെയൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ് വരാൻ വേണ്ടി പോകുന്ന എല്ലാ സെഷൻസും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് നമ്മുടെ എല്ലാ സെഷൻസിലും ആക്റ്റീവ് ആയിട്ട് തന്നെ പങ്കെടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സെഷനിലും നിങ്ങൾക്ക് പുതിയ പുതിയ നോളേജ് ആണ് കിട്ടുന്നത്. അതിനിപ്പോ ഇഗ്നോനെ കുറിച്ച് ആയിക്കോട്ടെ, ലേൺ വൈസിനെ കുറിച്ച് ആയിക്കോട്ടെ, നമ്മളുടെ കരിയറിനെ കുറിച്ചിട്ടായിക്കോട്ടെ. നമ്മളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തു, അതേപോലെ നമ്മളൊരു പ്രോഗ്രാം പഠിക്കാനായിട്ട് ചൂസ് ചെയ്തു. ഇനി ഇതിന് ശേഷം നമ്മളുടെ ഗോൾ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ പോസിബിൾ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരാനായിട്ടൊക്കെ ഇനിയുള്ള സെഷൻസിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഇരുന്ന പോലെ ഉള്ള ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇനിയുള്ള ഫ്യൂച്ചർ സെഷനിലേക്കും നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സാറ്റർഡേ അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ ഈ സെഷന് മുന്നേ ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ഒരു ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗൂഗിൾ ഫോം ആണ്, ന്യൂ ഹൊറൈസൺസ് ഫോം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഈ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇനി ആരെങ്കിലും സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ പേര്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഗൂഗിൾ ഫോം ആണ്. ആയിഷ മാം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, എവറി ന്യൂ ഫ്രണ്ട് ഇസ് എ ന്യൂ അഡ്വെഞ്ചർ ദാറ്റ് ദ സ്റ്റാർട്ട് ഓഫ് മോർ മെമ്മറീസ്. അപ്പൊ നമ്മൾ ഓരോ പുതിയ ചാപ്റ്റേഴ്സ് നമ്മളുടെ ലൈഫിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഓരോ പുതിയ ഒരു സ്റ്റെപ്പ് നമ്മൾ ലൈഫിൽ വെക്കുകയാണെങ്കിലും അതൊക്കെ ഒരു അഡ്വെഞ്ചർ തന്നെയാണ്. നമുക്ക് അറിയില്ല നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു അഡ്വെഞ്ചർ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് മൂവ് ഓൺ ചെയ്യാണ്. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെ? ഈവൻ ഇപ്പോ ഹോസ്പിറ്റലിൽ കടന്നിട്ട് വരെ ഗെയിം കളിച്ചിട്ടില്ലേ? അപ്പൊ ആ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ.
നമ്മൾ ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരുപാട് ചലഞ്ചസ് ബ്രേക്ക് ചെയ്തിട്ടാണ്. ഇപ്പൊ ഈവൻ ഈ ഒരു ഡിഗ്രി ഈ ഒരു PG നിങ്ങൾ ചെയ്യുന്നത് തന്നെ ഒരുപാട് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. പലരുടെയും സിറ്റുവേഷൻസും ലൈഫ് സിറ്റുവേഷൻസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരുപാട് ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്, ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു മോട്ടിവേഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു കോഴ്സ് അവസാനിക്കുന്നത് വരെയും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെയും കൺസിസ്റ്റന്റ് ആയിക്കൊണ്ടുള്ള നിങ്ങളുടെ ഡെഡിക്കേഷനും അതേപോലെ തന്നെ ഹാർഡ് വർക്കും നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് ഓർമ്മകളാണ് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്. എപ്പോഴും നമ്മൾ ചെറിഷ് ചെയ്യുക, ഓരോ മൊമെന്റ്സും നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചെറിഷ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ലേൺ വൈസ് ഇങ്ങനെ ഹാപ്പിനെസ് അംബാസിഡർ പോലെയുള്ള സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈൻഡ് ഹാപ്പി ആയി മാത്രമേ നമുക്ക് നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചതൊക്കെ ഓർത്തെടുക്കാനും പഠിക്കാനും ഒക്കെ പറ്റുള്ളൂ. സോ മാക്സിമം നമ്മളുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ച് നല്ല മാർക്കോട് കൂടി നിങ്ങൾ പാസ്സാവുക. അതേപോലെ നിങ്ങളുടെ ഡ്രീം എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നും ഞങ്ങൾ വിഷ് ചെയ്യാണ്. ഇവിടെ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വിഷ് ചെയ്യാണ്. ഒപ്പം ഇനി വരുന്ന എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമിലും നിങ്ങളുടെ ഇനി വരുന്ന എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ എല്ലാ സെഷൻസിലും, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷനെ കഴിഞ്ഞ് ഇനിയുള്ള ഓരോ സെഷൻസിലും നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും നിങ്ങൾ എൻഷുർ ചെയ്യാം. നിങ്ങളെല്ലാവരും വേണം അവസാനം ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷൻ വരെ നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ തന്നെ വേണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മള് ആക്ഷൻ ടാസ്ക്. അതായത് നിങ്ങൾ ഓരോ സെഷൻ കഴിയുമ്പോഴും, ഇപ്പൊ ഇത് ഫസ്റ്റ് സെഷൻ ആണ്, ഇതുപോലെ ഓരോ സെഷൻസ് കഴിയുമ്പോഴും നമ്മളൊരു ചെറിയൊരു ടാസ്ക് തരും. അത്ര വലിയ ടാസ്ക് ഒന്നല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണ്. അപ്പൊ അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷന് ശേഷം നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ ശരി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ആയിഷ മാമിന് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആക്ഷൻ ടാസ്ക് ആണിത്. ഇതിപ്പോ സെഷൻ 1ന്റെ ടാസ്കാണ്. ഓരോ സെഷൻ കഴിയുമ്പോഴും ഇതുപോലെയുള്ള ടാസ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുകൊണ്ടുമല്ല, നമുക്ക് നമ്മളെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ നമുക്ക് ഒരു ഓവറോൾ ഐഡിയ പലതിനെ കുറിച്ച് കിട്ടാനും ഒക്കെ നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് പലതും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടുമല്ലോ. ഈ സെഷനിലെ നമ്മളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കാരണം നിങ്ങൾ ഇപ്പൊ ഈ സെഷനിൽ ചെയ്തത് എന്താ? നിങ്ങളെ പരിചയപ്പെടുത്തി. ഇത് തന്നെ നിങ്ങൾ ചെയ്യണ്ടു. നിങ്ങൾ ആദ്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൽ എന്തൊക്കെ വേണം? നിങ്ങളുടെ നെയിം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, യുവർ സ്ട്രെങ്ത്, ഹോബീസ്, ജോബ് ഇഫ് എനി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. നെയിം ജോൺ എന്ന് കൊടുക്കാം. നിങ്ങളുടെ നെയിം എന്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അത് നമുക്ക് അവിടെ കൊടുക്കാം. നിങ്ങളുടെ പ്ലേസ്, നിങ്ങൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് അത് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് കൊടുക്കാം. ഇപ്പോ പലരും സ്ട്രെങ്ത് കൊടുക്കാറില്ല, അതായത് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാതൊക്കെ വിടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളിപ്പോ PG ആയില്ലേ, ഇനി എങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം ആലോചിച്ചിട്ട് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ സ്ട്രെങ്ത് എന്താണെന്ന് എഴുതുക. സ്ട്രെങ്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. സോ സ്ട്രെങ്ത് എഴുതാം. അത് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, അങ്ങനെ എന്തും ആവാം. ഹാർഡ് വർക്ക്, അങ്ങനെ എന്തും ആവാം. ഓക്കെ, ലവിങ് കെയറിങ് എന്നുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെങ്ത്തുകളൊക്കെ ഒഴിവാക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളുടെ എന്താണ് സ്ട്രെങ്ത്? കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, ഇങ്ങനെയുള്ള എന്തുമാവാം. ഫാമിലി എന്നുള്ളതൊക്കെ മാറ്റി നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, നാരോ നിന്ന് കുറച്ചും കൂടി വൈഡായിട്ട് ചിന്തിച്ചിട്ട് സ്ട്രെങ്ത്തുകൾ എഴുതുക. അതേപോലെ ഹോബീസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു ഹോബി മസ്റ്റായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് എന്താന്നുള്ളത് നിങ്ങൾ എഴുതുക. ഇപ്പോൾ ചിലപ്പം റീഡിങ് ബുക്സ് വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗാർഡനിങ് ആയിരിക്കും, കുക്കിംഗ് ആയിരിക്കും, ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്നവരുണ്ട്. എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങളുടെ ഹോബി നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഇനിയിപ്പോ ചിലപ്പോ ഹോബീസ് ഇതുവരെ ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമുക്ക് എന്തായാലും ഹോബി ഉണ്ടാവും. അത് നിങ്ങൾ തെരഞ്ഞ് കണ്ടെത്തി നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം അനലൈസ് ചെയ്യുക. ഒരു മണിക്കൂർ ഇരിക്കുക ഒരു ദിവസം അനലൈസ് ചെയ്തിട്ട് ഇത് വളരെ എന്താ പറയാ ആത്മാർത്ഥതയോടെ ഫിൽ ചെയ്യുക. ജോബ് ഇഫ് എനി. ജോബ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നില്ലെന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അറിയുമല്ലോ, നിങ്ങൾ എന്തായാലും ഭാവിയിൽ ഒരു ജോബ് എടുക്കും നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ ജോബ് ഇല്ലെങ്കിലും അവിടെ നില്ലെന്ന് കൊടുക്കുക. ഭാവിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക.
അത് അച്ചീവ് ചെയ്യാം. ഓക്കെ, സോ ഇത് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും, ബ്രോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ ആയിഷ മാം എല്ലാവർക്കും പേഴ്സണലി ഷെയർ ചെയ്ത് തരും. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം മാമിനെ തന്നെ തിരിച്ചയക്കുക. ആരും ഇതിലെ മടി കാണിക്കരുത്. ഓരോ സെഷന് ശേഷവും നമ്മൾ തരുന്ന എല്ലാ ആക്ഷൻ ടാസ്കുകളും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മളെ അനലൈസ് ചെയ്യാനും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു. മാം ഒരു ഡൗട്ട്. പറഞ്ഞു. അല്ല, ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ അതെങ്ങനെ വീഡിയോ ആയിട്ടാണോ അയച്ചു കൊടുക്കേണ്ടത് അതോ ടൈപ്പ് ചെയ്ത് എങ്ങനെയാ? അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേജിൽ നിങ്ങൾക്ക് സാധാരണ ഒരു A4 ഷീറ്റ് പേജിൽ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ പേര്. ഇപ്പൊ ഈ കാണിച്ചില്ലേ, ഒരു സാമ്പിൾ കാണിച്ചില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നെയിം പേര് എഴുതാം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എഴുതിയിട്ട് അത് എഴുതാം, പ്ലേസ് എഴുതിയിട്ട് അത് എഴുതാം. അങ്ങനെ നമുക്ക് എഴുതിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്തിട്ട് അയക്കാം, കുഴപ്പമില്ല. ഇപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനിയിപ്പോ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട്, പറയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. ഇനിയിപ്പോ അടുത്ത സെഷനിലൊന്നും ചിലപ്പോൾ ഇങ്ങനെ പരിചയപ്പെടലാവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹമുണ്ട്, എന്നെ കുറിച്ച് എനിക്ക് ഈ ഒരു കാര്യം ഒന്ന് പറയണം എന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഒന്ന് പോയി കിട്ടിയില്ലേ? എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ പോയി ഇപ്പോ എന്തെങ്കിലും പറയാനുണ്ട്, നിങ്ങളെ ബാച്ച്മേറ്റ്സിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ല, എനിക്ക് എന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് വീക്കാണ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇല്ല, ഓക്കെ ആണ്. മീൻസ് എനിക്ക് കേട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. പക്ഷെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അത് വെച്ചൊരു കോൺഫിഡൻസ് കരമാണ്. ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ സംസാരിച്ചാലാണ് ലാംഗ്വേജിന്റെ ഫ്ലുവൻസി വരും. നമ്മളിപ്പോ കുറെ വായിച്ചു എന്ന് എഴുതിയെന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ കുറെ വേർഡ്സ് അറിയുന്നുണ്ടാവും, നല്ല വൊക്കാബുലറി ഉണ്ടാവും. നന്നായി വായിക്കുന്ന ഒരാൾക്ക് നല്ല വൊക്കാബുലറി ഉണ്ടാവും, കുറെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ എഴുതാൻ പറ്റണമെന്നുണ്ടാവും. നമുക്ക് കുറെ ബുക്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം പറ്റും. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലുവൻസി വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ച് തന്നെ ശരിയാവണം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഫ്ലുവൻസിക്കൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഡെയിലി ഒരു 10 മിനിറ്റ്സോ ഒരു 15 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഒരു മിററിൽ നോക്കി നമുക്ക് തന്നെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ മാക്സിമം സംസാരിക്കാൻ പറ്റുന്ന പോലെ സംസാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വീട്ടിലുള്ള ഒരു കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ നമ്മളെ മക്കളാണെങ്കിലും കുഴപ്പമില്ല, അവരെടുത്ത് സംസാരിക്കാം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഫ്ലുവൻസിയിലേക്ക് എത്തുക. നമ്മൾ അല്ല നമ്മൾ കുറെ വായിച്ചിട്ടോ കുറെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മോനെ പഠിപ്പിക്കാൻ നേരത്തൊക്കെ അവന്റെ അടുത്ത് ഇങ്ങനെ അവർ ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പം അവര് ക്ലാസ്സിൽ ഫുള്ള് ഈ ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് ഡെവലപ്പ് ആയിട്ട് വരും. നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, എല്ലാവരും നമ്മളിപ്പോ നമ്മളിപ്പോ വായിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഒരു PG യോ PhD ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഫ്ലുവൻസി വേണമെങ്കിൽ നമുക്ക് സംസാരിച്ച് തന്നെ അത് വരുള്ളൂ. ഓക്കെ, എനിക്ക് കുറെ ഇന്റർവ്യൂസിലൊക്കെ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. അത് എനിക്കപ്പോ ഭയങ്കര ടെൻഷൻ. മീൻസ് മെയിൻ ആയിട്ടും ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനെ ഗ്രാമറൊക്കെ തന്നെ പഠിച്ചിട്ട് അങ്ങനെ നോട്ടൊക്കെ റെഡിയാക്കി സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ കൺസേൺഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാനുള്ള ചാൻസ്, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. ആ പറയുമ്പോൾ നമ്മൾ തെറ്റി പോവോ എന്നുള്ള ഒരു പേടി വെച്ച് നമ്മൾ സംസാരിക്കുന്ന ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ കുറച്ചു നേരം നമ്മൾ അധികം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിലും മിസ്റ്റേക്സ് ഉണ്ട്, സംസാരിക്കുന്നതിലും ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ആ സംസാരിച്ച് വന്നിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ അവർക്ക് ഒട്ടും മിസ്റ്റേക്ക് വരുന്നില്ല എന്നുള്ളതുകൊണ്ടല്ല അവർ സംസാരിക്കുന്നത്. അവർക്ക് ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ ഓരോ വാക്ക് നമ്മൾ മലയാളത്തില് പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ തെറ്റിച്ചിട്ടൊക്കെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്താ, നമ്മൾ ചെറുപ്പം തൊട്ട് ഇത് സംസാരിച്ച് വന്നോണ്ട് നമുക്ക് ഇത് എവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിപ്പോ എല്ലായിടത്തും മലയാളം നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത എന്താണ് കാരണം? അതുപോലെ സംസാരിച്ച് നോക്കുന്നില്ല. നമ്മൾ ചെറുതിൽ തൊട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് വരുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, നമ്മളങ്ങനെ സംസാരിച്ചു പോകും. അപ്പൊ നമ്മളത് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. പിന്നെ ടെൻഷൻ ആവണ്ട, നമ്മളിവിടെ പ്രോഗ്രാം കൊടുക്കുന്നുണ്ടല്ലോ EEP. നമ്മളിവിടെ EEP കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്ട്രാ ഫീ ഒന്നും വേണ്ട. നമ്മൾ ഈ കൊടുത്ത ഫീ തന്നെ നമുക്ക് ഹാപ്പിനെസ് അംബാസിഡർ പോലെ തന്നെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് അതിന്റെ ഇപ്പൊ സെക്കൻഡ് സെഷൻ കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി പുതിയ സെഷൻ തുടങ്ങും.
അപ്പോ അതൊരു വലിയൊരു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി. ഇനി അതെ ഒരുപാട് പേർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടിയിട്ടുള്ളതാണ്. പോസിറ്റീവായിട്ട് അവർക്ക് ചെയ്യാനും അതേപോലെ തന്നെ എഴുതാനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ്. പബ്ലിക് സ്പീക്കിംഗ് വരെ എത്തും. താഴെ നമ്മളുടെ ഗ്രാമറിന്റെ ബേസ് നൗണ് പ്രൊനൗണ് മുതൽ ഏറ്റവും ടോപ്പ് പബ്ലിക് സ്പീക്കിംഗ് വരെ എത്തുന്ന ഒരുപാട് മോർ ദാൻ 100 days നീണ്ടു നിൽക്കുന്ന സെഷൻസ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടൊരു എന്താ പറയാ എല്ലാ രീതിയിലും നിങ്ങളുടെ ഗ്രോത്ത് അത് വെച്ചിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗ്രോത്ത് അതിപ്പം പഠിത്തത്തിന്റെ കാര്യത്തിലായാലും പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ആസ് എ പേഴ്സൺ ആൻഡ് ആസ് പ്രൊഫഷണലിലും നിങ്ങളെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പിന്നെ സെഷൻസ് വരുന്ന സമയത്തും ഡെയിലി ആക്ടിവിറ്റീസ് തരുന്ന സമയത്തൊക്കെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാം. ഇപ്പൊ ഡേ 1 to ഇപ്പൊ 150 days ഉണ്ടെങ്കിൽ ഡേ 1 to ഡേ 150 വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഓരോ ഡെയിലി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് ഡേനെക്കാളും കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിരിക്കും സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ഒരു 150th ആ ഒരു ഡേ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവലായിരിക്കും നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുക. അപ്പൊ അതൊക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. മാം ഇവരോട് എങ്ങനെ ഉണ്ടായിരുന്നു, അവര് ഹാപ്പിയാണോ, സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്നും കൂടെ അവരുടെ ഒരു അഭിപ്രായം കൂടെ ചോദിച്ചേരെ. അവർക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ, എങ്ങനെയുണ്ട്? ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പേര് രാജേഷ്. ഓക്കെ ഞാൻ നേരത്തെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നുകൊണ്ടിരിക്കുവായിരുന്നു റൂമിലേക്ക് കമ്പനിയിൽ നിന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഹാപ്പിനെസ് പിന്നെ എൻറിച്ച്മെന്റ് പ്രോഗ്രാമില് പിന്നെ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ? അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ വരും കേട്ടോ. അതിന്റെ ലോഞ്ചിങ് തൊട്ടിട്ടുള്ള സെഷൻ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഡേ 1 തൊട്ടിട്ടുള്ളത് എല്ലാം അതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒരു സെഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇവിടെ കണ്ടക്ട് ചെയ്യാറ്, ക്ലാസ്സസ് എങ്ങനെയാണ് പോകുന്നത്, ആക്ടിവിറ്റീസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്താൽ കേട്ടോ. ഓക്കെ. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റെങ്കിൽ അതായിരിക്കും നന്നാവുക. ഇത് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ഇത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. കുറച്ച് ടെൻഷനായിട്ടാണ് വന്നത്. എങ്ങനെയായിരിക്കും എന്നുള്ള ക്ലാസ്സിലൂടെ ഇരുന്നിട്ട് കുറെ നാളായില്ലല്ലോ. ഇങ്ങനെ ക്ലാസ് ഇങ്ങനെയാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് കുറെ നാളായിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്നല്ലാതെ നമ്മൾ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ. അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാവും എല്ലാവരും കൂടെ അറിയാത്ത ആൾക്കാരല്ലേ എല്ലാവരും. അങ്ങനെയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. ആ ഒരു കോൺഫിഡൻസ് വന്നു. ഇരിക്കുന്നിടം വരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്താന്ന് പോലും ഒരു ഐഡിയ എനിക്കും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ചാറ്റ് ബോക്സിലൊക്കെ കുറെ പേര് ഇടുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഇനിയുള്ള സെഷൻസിൽ ഇതുപോലെ നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ ഇങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ അത്രയും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആവില്ല. എന്നാലും നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന സെഷൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. നിർബന്ധമായിട്ട് തന്നെ പങ്കെടുക്കുക. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ പങ്കെടുക്കുക. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. 10 സെഷൻസ് ആ ടോട്ടൽ വരുന്നത്. 10 സെഷൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഇന്നുള്ള ഫസ്റ്റ് സെഷൻ ആയിരുന്നു. സോ ഇത് നിങ്ങളുടെ ഒരു MA ഇംഗ്ലീഷ് എന്നുള്ളതിനുള്ള ഒരു ഫസ്റ്റ് ബിഗിൻ ആണ്. നിങ്ങൾ ഇന്ന് തൊട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ MA എന്നുള്ള അതിലേക്ക്. നമ്മളെ ഫസ്റ്റ് ഇയറും ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ പാസ്സാവുക. ഈ ഒരു എനർജി നിങ്ങൾ നമ്മളുടെ ഈ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആവുന്നത് വരെ തന്നെ ഉണ്ടാവുക. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനാണ് നിങ്ങൾക്ക് നമ്മൾ മെന്റേഴ്സ് ഉള്ളത് ഇവിടെ. ഇപ്പൊ നിങ്ങളുടെ മെന്റർ ചിലപ്പോൾ ആയിഷ മാം ആയിരിക്കാം, ചിലപ്പോൾ ജയശ മാം ആയിരിക്കാം, ചിലപ്പോൾ ഞാനായിരിക്കാം. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക്
നിങ്ങളെ മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കണക്ട് ചെയ്യാം, അവരെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് അംബാസിഡറിനായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സെഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഒക്കെ മെന്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോ ക്ലാസ് റിലേറ്റഡ് ആയിട്ട് ആപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ താങ്ക് യു ഫോർ ജോയിനിങ്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ഒന്ന് ജോയിൻ ചെയ്തിട്ടുള്ള കൊമേഴ്സിലെ മെന്റർ ആയിട്ടുള്ള സ്നേഹ മാം, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ മെന്റർ ആയിട്ടുള്ള ജയഷ മാം, എല്ലാവർക്കും ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.